Hello, welcome to Petsncrafts. This is Anju. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു ബോട്ടിൽ ആർട്ട് ആണ്. ഈ ബോട്ടിൽ എങ്ങനെ മ്യൂറൽ ആർട്ട് ചെയ്യാന്ന്. ഈ ബോട്ടിൽ ചെറിയൊരു ബോട്ടിലാണ് ഇതേപോലെ. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ പിക്ചറിനെ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഇതേപോലെ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യണമെന്ന്. നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട്, കുറച്ച് അക്രിലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്, ഒരു കാർബൺ പേപ്പർ വേണം, യെല്ലോ ആണെന്നെങ്കിൽ നല്ലത്, ബ്രഷ് വേണം, സ്പഞ്ച് വേണം. നമുക്ക് പെയിൻറ്റ് സ്പഞ്ചിലെടുത്തിട്ട് ഇതേപോലെ ഡാബ് ചെയ്തിട്ട് ഫുള്ള് കവർ ചെയ്യാം. അത് നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്കൊരു കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉദ്ദേശിച്ച പിക്ചർ ഇതിലേക്ക് കോപ്പി ചെയ്യാം. യെല്ലോ കാർബൺ പേപ്പർ ആണെങ്കിൽ നല്ലത്, കാരണം നമ്മളിപ്പോൾ യെല്ലോ ഓക്കർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യാൻ പോണത്. പക്ഷേ എൻ്റെ കയ്യിൽ യെല്ലോ കാർബൺ പേപ്പർ ഇല്ലാത്ത കാരണം ഞാൻ ബ്ലൂ ആണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ബ്ലൂ ഒക്കെ വെച്ച് നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് കോപ്പി ചെയ്യുമ്പോൾ വൈറ്റിലേക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും അധികം ഇങ്ങനെ ബ്ലൂ കളർ ആവാതെ ശ്രദ്ധിക്കണം. വൺസ് ഇത് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാം. നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷ് എടുക്കാൻ ശ്രദ്ധിക്കുക. യെല്ലോ ഓക്കർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുക. ഞാനിപ്പോൾ ഈ ബോട്ടിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണുന്ന ഏരിയ മൊത്തം യെല്ലോ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ആദ്യം അത്ര ഡാർക്കായിട്ടുള്ളൊരു കോട്ടല്ല കൊടുത്തിരിക്കുന്നത്, ലൈറ്റായിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ അക്രിലിക് പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ഈ ബോട്ടിലൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കുപ്പീനെ അവിടെ റെസ്റ്റ് ചെയ്യിച്ചാൽ മതി, അത് തനിയെ തന്നെ ഡ്രൈ ആയി സെറ്റിൽ ആയിക്കോളും. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പീകോക്കിൻ്റെ ബോഡി പോർഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതും ലൈറ്റായിട്ട് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യാണ്. അതിൻ്റെ ഫെദേഴ്സിലും പിന്നെ അതിൻ്റെ ഒരു സൈഡിലും കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഗ്രീൻ കളറ്. ഗ്രീൻ കളർ കൊടുക്കുന്ന പോർഷൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് യെല്ലോ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ നേരിട്ട് ഗ്രീൻ കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഗ്രീന് നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ഡാർക്ക്നെസ് കിട്ടും. ഇപ്പോൾ ഗ്രീൻ കളറ് ഫസ്റ്റ് കോട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് കോട്ട് ബ്ലൂ കൊടുക്കാം. അപ്പോൾ പേർഷ്യൻ ബ്ലൂ ഇതേപോലെ ഒരു ചെറിയ ഡ്രോപ്പ് എടുത്തിട്ട് ഇത്തിരി വെള്ളം മിക്സ് ആക്കിയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ ഈ പീകോക്കിൻ്റെ ഫെദറിൻ്റെ അതായത് റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ ആ ഒരു ഓർഡറിലാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ബ്ലൂ ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ യെല്ലോവും റെഡും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ആ ഒരു പോർഷന് നമുക്ക് ഫില്ല് ചെയ്യാം. ഈ പിക്ചറിൽ കാണുന്ന ലീവ്സൊക്കെ ഞാൻ ഗ്രീനും ബ്ലൂവും യൂസ് ചെയ്തിട്ട് തന്നെ കേട്ടോ പെയിൻറ്റ് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ ഈ ബ്ലൂ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് എടുത്തിരിക്കുകയാണ്. വെള്ളം അധികം മിക്സ് ചെയ്യാതെ ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് ഈ പീകോക്കിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഞാൻ ബ്ലൂ കളറും മറ്റേ സൈഡ് സാപ്പ് ഗ്രീനും കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ അതേ കോമ്പിനേഷനാണ് ഞാൻ ലീവ്സിനും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സെക്കൻഡ് കോട്ടൊക്കെ അടിച്ച് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.